ഞാൻ ഇപ്പൊ നിൽക്കുന്ന സ്ഥലം കണ്ടാൽ വിചാരിക്കും ഏതെങ്കിലും കുളക്കടവിലാണെന്ന്. പക്ഷെ ഇത് കുളക്കടവല്ല. KSRTC ജീവനക്കാരുടെ ജീവിതം പോലെയാണ് KSRTCയിലെ ചില ഡിപ്പോകളും. ഇതാണ് KSRTCയുടെ തിരുവനന്തപുരത്തുള്ള വിഴിഞ്ഞം ഡിപ്പോയുടെ അവസ്ഥ. എവിടെ നോക്കിയാലും കുണ്ടും കുഴിയും അതുപോലെ വെള്ളക്കെട്ടും മാത്രമാണ് ഇവിടെ ഉള്ളത്. ഈ അവസ്ഥയിൽ ആയിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി KSRTC വിഴിഞ്ഞം ഡിപ്പോ ഇങ്ങനെ വെള്ളക്കെട്ടിലും മറ്റുമൊക്കെ കിടക്കാൻ തുടങ്ങിയിട്ട് മഴ കൂടി പെയ്തപ്പോൾ ആകെ ദുസ്സഹമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ജീവനക്കാർ ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നത്. ഈ വെള്ളത്തിൽ കൂടെ പോലും ഇറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ജീവനക്കാർക്ക് ഇവിടെ ഉള്ളത്. ഇവിടെ നിന്ന് വേണം 46 സർവീസുകൾ നടത്താൻ വേണ്ടി. അന്തർ സംസ്ഥാന സർവീസുകൾ അടക്കം KSRTCയുടെ വിഴിഞ്ഞം ഡിപ്പോയിൽ നിന്ന് നടത്തുന്നുണ്ട്. ഡ്രൈവർമാരുടെ ക്ഷാമം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഈ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും KSRTC വിഴിഞ്ഞം ഡിപ്പോയിൽ ഇല്ല എന്നുള്ള സത്യം പുറത്തു വരുന്നത്. ഇന്ന് രാവിലെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം KSRTC എംപ്ലോയീസ് സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അവർ വാഴ നട്ടുകൊണ്ടാണ്, അത് കുഴികളിൽ വാഴ നട്ടുകൊണ്ടാണ് പ്രതിഷേധിച്ചത്. പിന്നാലെ ഈ വാർത്ത മീഡിയ വൺ പുറത്തുവിട്ടിരുന്നു. അതിനുശേഷമാണ് KSRTC CMD പ്രമോദ് ശങ്കർ നേരിട്ട് തന്നെ ഇപ്പോൾ ഡിപ്പോയിൽ എത്തി പരിശോധന നടത്തിയത്. അദ്ദേഹം നേരിട്ട് കുഴികളും അതുപോലെ തന്നെ വെള്ളക്കെട്ടും മറ്റുമൊക്കെ കണ്ടിട്ടുണ്ട്. ഉടൻ തന്നെ ഒരു പരിഹാരം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് അദ്ദേഹം നൽകുന്നുണ്ട്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ചർച്ച നടത്തി പരിഹാര മാർഗങ്ങൾക്ക് വേണ്ട നടപടി സ്വീകരിക്കും. എത്രയും വേഗത്തിൽ കഴിയുമോ അത്രയും വേഗത്തിൽ തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഈ കുണ്ടും കുഴിയും വെള്ളക്കെട്ടും മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. ജീവനക്കാർക്ക് അടിസ്ഥാന കാര്യങ്ങൾക്ക് പോലും ഇവിടെ കുടിവെള്ളം പോലും ഇല്ലാത്ത ഒരു സ്ഥിതിയാണ്. പലപ്പോഴും പൈപ്പിൽ വെള്ളം പിടിച്ചാൽ വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. ബാത്റൂമിൽ പോകുന്നതിൽ പോലും ബക്കറ്റിൽ വെള്ളവുമായിട്ട് പോകേണ്ട സ്ഥിതിയാണ്. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ KSRTCയായി ബന്ധപ്പെട്ട് ഈ വിഴിഞ്ഞം ഡിപ്പോയിലുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ KSRTC CMD നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്താണ് KSRTCയുടെ പല ഡിപ്പോകളുടെയും അവസ്ഥകൾ. ഇതൊരു ഉദാഹരണം മാത്രമാണ്. പല ഡിപ്പോകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. കൊല്ലം ഡിപ്പോകളൊക്കെ പോവുകയാണ്. അവിടെ മുകളിൽ തട്ട് ഇടിച്ച് താഴെ യാത്രക്കാരുടെ ദേഹത്തേക്ക് വീഴാൻ പറ്റുന്ന രീതിയിലാണ് അവിടുത്തെ അവസ്ഥയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഡിപ്പോയിലും അദ്ദേഹം ഇത്തരത്തിൽ സന്ദർശനം നടത്തുന്നുള്ള ഒരു ഉറപ്പ് കൂടി മീഡിയ വൺ നൽകിയിട്ടുണ്ട്. അവിടെ ഏതൊക്കെ ഡിപ്പോയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം നേരിട്ട് പോയി കണ്ട് പരിഹരിക്കാൻ വേണ്ട നടപടിയാണ് ഇപ്പോൾ KSRTC CMD പ്രമോദ് ശങ്കറിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. എന്തായാലും വിഴിഞ്ഞം ഡിപ്പോയിലാണ് അദ്ദേഹം ഇന്ന് സന്ദർശനം നടത്തിയത്. മീഡിയ വൺ വാർത്തയ്ക്ക് പിന്നാലെയാണ് അദ്ദേഹം ഇവിടെ സന്ദർശിക്കാൻ തയ്യാറായിട്ടുള്ളത്. എന്തായാലും അദ്ദേഹം നേരിട്ട് തന്നെ അദ്ദേഹത്തിന് ബോധ്യമായിട്ടുണ്ട്. വെള്ളക്കെട്ടും കുഴികളും കുണ്ടും കുഴിയും എല്ലാം തന്നെ അദ്ദേഹം നേരിട്ട് വന്ന് പരിശോധിക്കുകയുണ്ടായി. ഇനി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് എത്രയും വേഗത്തിൽ തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കേണ്ട നടപടി എടുക്കുമെന്നാണ് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുള്ളത്.